കേരളത്തിലെങ്ങും പ്രതിഷേധം ആഞ്ഞടിച്ചിട്ടും സ്ത്രീ ദളിത് വിരുദ്ധ പരാമർശത്തിൽ ഉറച്ച് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. ദളിതർക്കും സ്ത്രീകൾക്കുമുള്ള പദ്ധതി പ്രകാരം സിനിമാ നിർമ്മാണത്തിന് ഫണ്ട് നൽകും മുൻപ് പരിശീലനം അനിവാര്യമാണെന്നും പരാമർശം അപകീർത്തികരമല്ല എന്നും അടൂർ പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണനെതിരെ വൻ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ ഉയരുന്നത്. മന്ത്രി ആർ ബിന്ദു അടൂരിനെതിരെ ആഞ്ഞടിച്ചപ്പോൾ മന്ത്രി വി.എൻ. വാസവൻ പരോക്ഷ പിന്തുണയാണ് പ്രഖ്യാപിച്ചത്. നിർബന്ധമായിട്ട് അവർ ട്രെയിനിങ് കൊടുക്കണം. ഈ 1.5 കോടി കുറച്ചിട്ട് 50 ലക്ഷം ആക്കി 3 പേർക്ക് കൊടുക്കുക. ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത്. ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം. സൂപ്പർ സ്റ്റാറിനെ വെച്ച് പണം കൊടുക്കാനുള്ള പണമല്ല നമ്മൾ ഗവൺമെൻറ് കൊടുക്കേണ്ടത്. ഒരിക്കലും ഗവൺമെൻറ് ചുമതലയല്ലത്. സിനിമാ കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിലെ അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശങ്ങൾക്കെതിരെ ഉയർന്നത് വ്യാപക പ്രതിഷേധം. എന്നിട്ടും അടൂർ ഒരിഞ്ച് പിന്നോട്ടില്ല. സിനിമ നിർമ്മിക്കാൻ സർക്കാരിന്റെ ഫണ്ട് ദളിതർക്കും സ്ത്രീകൾക്കും നൽകും മുൻപ് പരിശീലനം അനിവാര്യമാണെന്ന നിലപാടിൽ അടൂർ ഉറച്ചു നിന്നു. കുറെ പേർ വന്ന് അഭിനയിച്ചാൽ അത് സിനിമയാകില്ല. പുതുമുഖ സംവിധായകർക്ക് പരിശീലനം വേണമെന്ന് പറഞ്ഞത് എങ്ങനെ അപകീർത്തികരമാകുമെന്നും അടൂർ ചോദിച്ചു. കവിത എഴുതുന്നു, കഥ എഴുതുന്നു, അതിനൊക്കെ അക്ഷരജ്ഞാനം വേണ്ടേ? അതുപോലെ തന്നെ സിനിമ എന്ന് പറയുന്ന ഒരു വേറൊരു ഭാഷയാണ് സിനിമയുടെ ഭാഷ. അതെങ്ങനെ ഉണ്ടാവും? അത് പടം എടുക്കുന്ന ആളിന് ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുടെ ഗുണത്തിന് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം അവരുടെ ഉന്നമനം എന്ന് പറയുന്നത് എൻ്റെയും ലക്ഷ്യമാണ്. അല്ലാതെ അവരെ മോശപ്പെടുത്തി അവരെ നികൃഷ്ടരായിട്ട് കാണുകയല്ല ചെയ്യുന്നത്. ഇന്നലെ പരസ്യമായി പ്രതിഷേധിച്ച ഗായിക പുഷ്പവതി പൊയ്പാടത്തിനെതിരെ രൂക്ഷ വിമർശനം അടൂർ ഉയർത്തി. അപ്പോൾ എന്തിനാണ്? ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദിവസം ഇന്നത്തെ പത്രത്തിലെല്ലാം പടമില്ലേ? ഇന്നലെ ടെലിവിഷനിലെല്ലാം അവരുടെ പടമില്ലേ? നല്ല പബ്ലിസിറ്റി അല്ലേ? ഡെലിഗേറ്റ് പാസ് ഏർപ്പാടാക്കും മുൻപ് ചാലയിലെ തൊഴിലാളികൾ സെക്സ് സീൻ കാണാൻ IFFKയിലേക്ക് തള്ളിക്കയറി എന്ന പരാമർശത്തിലും അടൂർ വിശദീകരണം നൽകി. ഞാൻ കണ്ടതല്ല. ഞാൻ ആ തിയേറ്ററിനകത്തിരിക്കുമ്പോൾ പുറത്ത് ഭയങ്കര ഇടിയും ബഹളവും കേൾക്കുന്നു. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ചാലയിൽ നിന്ന് വന്ന തൊഴിലാളികളാണ്. അവർ പിന്നെ ഈ കഥ ഇടിച്ച് തകർക്കുകയാണ് എന്ന് പറഞ്ഞ ആളുകൾ അവിടെ സംസാരിച്ചു. ലൈംഗിക ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയാണെന്നൊക്കെ അതായിരുന്നു കാര്യം. അങ്ങനെ ഒരു റൂമർ ഇങ്ങനെ ഇറക്കിയിട്ട് അത് കാണാൻ വേണ്ടിയാ, വേറൊന്നുമല്ല. ഇന്നലെ അടൂരിന്റെ വാദങ്ങൾ വേദിയിൽ വെച്ച് തന്നെ തള്ളിയ സജി ചെറിയാന്റെ പാതയിലായിരുന്നു മന്ത്രി ആർ ബിന്ദു. സ്ത്രീകൾക്കും പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്കും സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിൽ തെറ്റില്ലെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുമൊക്കെ അവരുടെ സർഗാത്മകമായ ആവിഷ്കാരങ്ങൾ നടത്തുന്നതിന് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് അനിവാര്യമായും ചെയ്യേണ്ട ചുമതലയാണ്. എന്നാൽ ഭിന്ന നിലപാട് സ്വീകരിച്ച മന്ത്രി വി.എൻ. വാസവൻ അടൂർ പറഞ്ഞതിൽ ദുരുദ്ദേശമുണ്ടെന്ന് കരുതുന്നില്ലെന്ന് പ്രതികരിച്ചു. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഈ മേഖലയിൽ സ്ത്രീകളെയും അതുപോലെ SC/ST മേഖലയിലെയും കലാപ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന വീക്ഷണം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത്. അത് മറ്റൊരു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല. അടൂരിനെതിരെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ കടുത്ത എതിർപ്പാണ് ഉയരുന്നത്. വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയാണ് തിരക്കഥ തെരഞ്ഞെടുക്കുന്നതെന്നും സർക്കാർ ഫണ്ട് അനുവദിക്കുന്നതെന്നും KSFDC ഫണ്ട് ഉപയോഗിച്ച് അരികെന്ന ശ്രദ്ധേയമായ സിനിമ സംവിധാനം ചെയ്ത VS സനോജ് പറഞ്ഞു. ഒരു ഫ്യൂഡൽ മനോനിലയിൽ നിന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്ന ഒരു പുതിയ കാലത്തെ പറഞ്ഞ വേറൊരു തരത്തിലുള്ള ഒരു അമ്മാവൻ കോംപ്ലക്സിൻ്റെ വർത്തമാനമാണ് അടൂരിനെ പോലൊരു വലിയ വിഖ്യാതനായിട്ടുള്ള ഒരു ഫിലിം മേക്കർ നടത്തിയത്. അതിനകത്ത് ഒരു സിനിമ ചെയ്ത വ്യക്തി എന്ന നിലയിലും ആ സിനിമ വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ട ഒരാളെന്ന നിലയ്ക്കും എനിക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. അത് എൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു വലിയ ക്രോസ് സെക്ഷൻ്റെ കൂടെ പ്രശ്നമാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അടൂർ ആ പ്രസ്താവന ഇനി എങ്ങനെ തിരുത്താൻ ശ്രമിച്ചാലും ഉള്ളിൽ നിന്നുള്ള ആ മനോനില പുറത്തു വന്നു എന്നുള്ളത് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ഇത് ഷാജി അൻകറിന്റെ കാര്യത്തിലും നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. പാർശ്വവൽകൃത വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്നതാണ് അടൂരിന്റെ പ്രസ്താവനയെന്ന് ഗായിക പുഷ്പവതി കുറ്റപ്പെടുത്തി. സാമൂഹികമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗത്തിന് മുഖ്യധാരയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി സർക്കാർ നൽകിയിട്ടുള്ള ഒരു പോളിസിയാണിത്. അടിസ്ഥാന വർഗങ്ങൾക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവണം. അത് മുഖ്യധാര സിനിമാ മേഖലയിലേക്ക് അവർക്ക് ഉയർന്നു വരാൻ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. അതൊരു നിസ്സഹായാവസ്ഥ. അവരുടെ നിസ്സഹായാവസ്ഥയെ സർക്കാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തിനാണ് ഇങ്ങനെ അതിൽ അസഹിഷ്ണുത കാണിക്കുന്നത് എന്നുള്ളതാണ്.
സർക്കാർ 1.5 കോടി നൽകിയത് വെറുതെ അല്ലെന്നും 4 റൗണ്ടുകളിലെ മത്സരത്തിന് ശേഷമാണ് തിരക്കഥ തെരഞ്ഞെടുക്കപ്പെട്ടതെന്നും സംവിധായിക ശ്രുതി ശരണ്യം കുറ്റപ്പെടുത്തി. പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല, നല്ല പരിശീലനം പുതുതായി സിനിമ ചെയ്യുന്ന എല്ലാവർക്കും അനിവാര്യമാണെന്ന് ശ്രുതി ഫേസ്ബുക്കിൽ കുറിച്ചു. പരിശീലനം സവർണ പുരുഷന്മാർക്ക് നൽകിയിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് നഷ്ടം വരില്ലായിരുന്നു എന്നാണ് സംവിധായിക കുഞ്ഞില മസ്ലാമണിയുടെ പരിഹാസം. പുരുഷ മേധാവിത്വ സ്വഭാവമുള്ളവർ പറയുന്ന വാക്കുകൾ അടൂരിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ, ഒരു പുരുഷ മേധാവിത്വ സൊസൈറ്റിയിലും ഒരു സവർണ മേധാവിത്വ സമൂഹത്തിലും പറയുന്ന വാക്കുകൾ അദ്ദേഹത്തെ പോലെ പരിണതപ്രജ്ഞനായ ഒരു സിനിമാകാരൻ, ചലച്ചിത്രകാരൻ അത് പറയരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അടൂരിന്റെ പ്രസ്താവന SC/ST വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും അപമാനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി ദളിത് ആക്ടിവിസ്റ്റ് ദിനുവയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും SC/ST കമ്മീഷനിലും പരാതി നൽകി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.